സിൽവർ ലൈൻ പദ്ധതിയോട് കേന്ദ്രത്തിന് പഴയ പോലെ തൊട്ടുകൂടായ്മയില്ലെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ്. പദ്ധതിക്കായി കേരളത്തെ രണ്ടായി മുറിക്കേണ്ട. ശുഭകരമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ദക്ഷിണ റെയിൽവേയും കേരള റെയിൽ കോർപ്പറേഷനും തമ്മിൽ വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകുമെന്നാണ് വിവരമെന്നും കെ.വി. തോമസ് 24-നോട് പറഞ്ഞു. നമ്മളെല്ലാം ശുഭപ്രതീക്ഷയിലാണല്ലോ നിൽക്കുന്നത്. നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നമുക്കിതിൻ്റെ ഫണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ട്, ഇതിൻ്റെ DPRൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേരളം തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ശ്രീധരൻ്റെ ഒരു പ്രപ്പോസൽ ഡൽഹിയിൽ കിടപ്പുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അടുത്ത കാലത്ത് ബോംബെയിൽ പില്ലറിലും അതുപോലെ അണ്ടർഗ്രൗണ്ട് ടണലിലൂടെയും ഈ റെയിൽവേ സിസ്റ്റം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ പ്രപ്പോസൽ. പിന്നെ കേരളത്തിൽ ഒരു അതിവേഗ റെയിൽവേ സിസ്റ്റത്തെ എതിർത്ത വിഭാഗം ഇപ്പോൾ വന്ദേ ഭാരത് വന്നതിന് ശേഷം അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് അനുകൂലമായിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും കേരളയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി വീണ്ടും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബലപ്പെടുന്നുണ്ട്. കാരണം ഈ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം സഭയിൽ ഈ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ഈ കാര്യത്തിൽ എന്താണ് പോസിറ്റീവാണ് കാര്യങ്ങൾ, പുതിയ DPR നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അത് മറുപടി കിട്ടിയത്. അപ്പോൾ അത് ഏത് രീതിയിൽ പുതിയ DPR സമർപ്പിക്കപ്പെടുന്നു, അതിലെങ്ങനെയാണ് നടപടികൾ ഉണ്ടാകുന്നതൊക്കെ കാത്തിരുന്ന് കാണാം. ഇപ്പോൾ പ്രൊഫസർ കെ.വി. തോമസിന്റെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ പോസിറ്റീവായിട്ടാണ് സംസ്ഥാന സർക്കാർ അതിനെ കാണുന്നത്. അപ്പോൾ കേരളയിൽ നിന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാർ കൈവിട്ടിട്ടില്ല, അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കമെന്ന് മനസ്സിലാക്കുന്നത്. അതെ, നമ്മുടെ പവിത്രൻ പാതിരപ്പറ്റ പറയുന്നുണ്ട് ഈ കമന്റ് ബോക്സിൽ പ്രേക്ഷകരുടെ കമന്റ് മഴയാണ് നിങ്ങൾ കാണുന്നില്ലെന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ആ സന്തോഷം പങ്കുവച്ചിരുന്നു. പഴയ പ്രേക്ഷകർ മാത്രമല്ല കൂടുതൽ പേര് വരുന്നുണ്ട്. അപ്പോൾ പോകെ പോകെ നമുക്ക് ആ കമന്റുകൾ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. വായിക്കാനുള്ള ഒരു സമയക്കുറവ് കൊണ്ടാണ്, നമുക്ക് വാർത്ത കൂടെ എടുത്തു പോകണം.